കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ ഷാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ ഷാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാമത് വാക്യം. നേരുള്ളവർ അത് കണ്ട് ഭ്രമിച്ചു പോകും, നിർദോഷി വഷളന്റെ നേരെ ചുടിക്കും എന്നുള്ള വാക്കുകളാണ്. ഈ വാക്കുകൾക്കകത്ത് ആഴമായി ഓർപ്പിക്കുന്ന വാക്കുകൾ ചില അസാധാരണ സംഗതികൾ കണ്ടിട്ട്, ചില ദൈവപ്രവർത്തികൾ കണ്ടിട്ട് ദൈവത്തെക്കുറിച്ച് ബോധ്യതയുള്ള ആളുകൾക്ക്, നേരോടെ നടക്കുന്ന ആളുകൾക്ക് ഭ്രമിച്ചു പോകത്തക്ക തലത്തിലുള്ള ഒരത്ഭുതമായി അത് മാറും എന്നുള്ളതായ കഥയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 20 മുതലുള്ളതായ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ജനത്തിന്റെ നിർബന്ധം ഹേതുവായി വിശന്നലറിക്കിടക്കുന്ന സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ ഇട്ടുകൊടുക്കുവാൻ രാജാവ് നിർബന്ധിതനായി എന്നുള്ളതാണ്. എന്നാൽ വിശന്നലറിക്കിടക്കുന്ന സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ ഇട്ടുകൊടുത്തെങ്കിലും ദാനിയേലിനെ കുറിച്ചും ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ചും അറിയാവുന്ന രാജാവ് ആ ഗുഹയുടെ വാതിക്കൽ വന്നു നിന്നുകൊണ്ട് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നെന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുൻപിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. വാസ്തവത്തിൽ എന്നേക്കുമായി ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് ദാനിയേലിനെ കുറിച്ച് മറ്റുള്ളവർ ചിന്തിച്ചെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് വിടുവിച്ച് മടങ്ങി വരുന്നതായ ദാനിയേലിനെ കണ്ടിട്ട് രാജാവ് മാത്രമല്ല സകല മനുഷ്യരും പരിഭ്രമത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ പല പ്രവൃത്തികളും ചില ആളുകളെ പരിഭ്രമിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ ചില വഴികളിലൂടെ കടന്നുപോയെന്ന് വരാം. എന്നാൽ യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് നിന്നെ കാണുന്ന, നിന്നെ കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടതിന് ചില സാഹചര്യങ്ങളിലൂടെ ആകും നമ്മെ കടത്തിവിടുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനും
നമ്മെ ദൈവം നടത്തുന്നത് കണ്ടിട്ട് മറ്റുള്ളവര് ആശ്ചര്യപ്പെടുവാൻ കാരണമായി തീരേണ്ടതിനും നമ്മെ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നേരുള്ളവർ ഭ്രമിച്ചു പോകുന്നതായ കാഴ്ചകളും അനുഭവങ്ങളും കാണുകയും ആ തലത്തിൽ ഞങ്ങൾ നയിക്കപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ക്ഷമയോടും ദൈവപ്രവൃത്തിക്ക് വേണ്ടിയും കാത്തിരിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.